ഇപ്പോൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞ 5 വർഷത്തിനകം 75,000-ലധികം പാമ്പിനെ പിടിച്ചു. 75,000-ലധികം, എത്ര പാമ്പാന്നു? ഈ 75,000-ലധികം പാമ്പുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ജീവിച്ചിരുന്നു. ഈ കാർഷിക ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്നു. അവൻ തവളെ പിടിച്ചിരുന്നു, ഇര പിടിച്ചിരുന്നു, തുരപ്പനെ പിടിച്ചിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നു. ദർ വാസ് എ ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ കാർഷിക മേളയിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള നിയന്ത്രണം, കീടനിയന്ത്രണം ഇവർ നടത്തിയിരുന്നു. അപ്പോൾ അനാവശ്യമായിട്ട് പാമ്പിൻ്റെ ഉപദ്രവം ഒഴിവാക്കാൻ, പാമ്പ് കടി ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന് പാമ്പിനെ മുഴുവൻ പിടിച്ചു മാറ്റുക എന്നുള്ളൊരു സിസ്റ്റം നല്ലതല്ല. അതാണ് തട്ടാൻ്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അപ്രകാരം മറ്റുള്ള ജീവജാലങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കുക എന്നുള്ളതല്ല, എങ്ങനെ കുഴപ്പമില്ലാണ്ട് ജീവിക്കാം. ഇവർക്ക് ആർക്കും ഒരു പാമ്പിനും മനുഷ്യനെ ഉപദ്രവിക്കണമെന്നില്ല. അതായത് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് മൊത്തം ചുട്ട് പൊള്ളുമ്പോൾ കാലാവസ്ഥയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കറിയാം കാലാവസ്ഥയിൽ ഇപ്പോൾ ശരാശരി 40 ഡിഗ്രി ആയിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ മഗ്ദ എന്ന സ്ഥലത്ത് 47 ഡിഗ്രിയാണ് ഉത്തർപ്രദേശിൽ. അത്രയും ഇതുണ്ടായി. ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശിൽ. അപ്പോൾ 47 ഡിഗ്രി വരെ ആയിക്കഴിഞ്ഞു ഭാരതത്തിൽ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി ഉത്തരവാദിത്തമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചുറ്റുപാടും ഈ തണുപ്പ് കുറയാൻ AC വാങ്ങി വയ്ക്കാനല്ലാണ്ട് എന്തെങ്കിലും ഒരു 10 മരം ഞാൻ വച്ചിട്ടുണ്ടോ?